തലിത്താക്കും, ബാലികെ എഴുന്നേൽക്കുക. 12 വയസ്സ് പ്രായമുള്ള സിനഗോഗ് അധികാരിയുടെ മകൾ പെട്ടെന്ന് വലിയ രോഗം ബാധിച്ചു. അങ്ങനെ സിനഗോഗ് അധികാരിയായ ഈ ജൈറസ് യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സിനഗോഗ് അധികാരിയാണ്, ഒരു യഹൂദനാണ്. മറ്റ് യഹൂദ ഫരിസേയരെ പോലെ അല്ല. അയാൾ യേശുവിൻ്റെ അടുത്ത് വന്ന് താണ് വീണ് പറഞ്ഞു, എൻ്റെ മകൾ രോഗിയായിരിക്കുന്നു, അങ്ങ് വന്ന് ഒന്ന് അവളെ സൗഖ്യപ്പെടുത്തണം. ഈശോ പറഞ്ഞു, ഇതാ ഉടനെ ഞാൻ വരാം. അതാണ് ഈശോയുടെ ആ റെഡിനെസ്. ഈശോ നമ്മുടെ ഭവനത്തിൽ വരാൻ വെമ്പുന്നു. ഈശോ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരു അത്ഭുതം അവിടെ നടന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ആളുകൾ ഓടി വരുന്നു. ജൈറോസ് ചോദിച്ചു, എന്ത് പറ്റി? കുട്ടി മരിച്ചുപോയി. ഓ, ജൈറോസ് വാവിട്ട് കരച്ചു. അവരിതും കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ഇനിയിപ്പോ യേശുവിനെ വീട്ടിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഇതാണ് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ. അവരെല്ലാവരും യേശു രോഗശാന്തി നൽകുന്ന ഒരാളാണെന്ന് വിശ്വസിച്ചു. കുട്ടി മരിച്ചിരിക്കുന്നു, ഇനി എന്തിനാണ് ഈശോയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഈശോ ഇവിടെ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ജീവന്റെ നാഥനാണ്. ഞാൻ രോഗശാന്തി മാത്രം നൽകുന്ന ഒരാളല്ല, ഞാൻ ജീവന്റെ ഉറവിടമാണ്, ഞാൻ ജീവൻ തന്നെയാണ്. ഈശോ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഞാൻ രോഗശാന്തി മാത്രം നൽകുന്ന ഒരാളല്ല, ഞാൻ ജീവന്റെ നാഥനാണ്, ഞാൻ ജീവൻ തന്നെയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് ഞാൻ. ഈശോ ജൈറസ് വാവിട്ട് കരയുന്ന ജൈറസിനോട് പറയുകയാണ്, വിശ്വസിച്ചാൽ മതി, നീ വിഷമിക്കണ്ട, നീ വിശ്വസിക്കുക, കുഞ്ഞ് ഉറങ്ങുകയാണ്. അങ്ങനെ ഈശോ യാത്ര തുടരുന്നു. ഈശോ അവിടെ ജൈറസിൻ്റെ വീട്ടിൽ വരുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ മരിച്ച വീട്ടിൽ പണ്ടുണ്ടായിരുന്ന അവസ്ഥ എന്താ? എല്ലാവരും വാവിട്ട് കരയുന്ന പോലെ അവരെല്ലാവരും വാവിട്ട് കരയുകയാണ്. കൊച്ചു കുഞ്ഞ്, 12 വയസ്സായിട്ടുള്ളൂ ഈ കൊച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലെല്ലാം അറിയാം. നമ്മൾ ദൈവത്തിൻ്റെ ഈ അത്ഭുത ശക്തിയുടെ അടയാളമാണിതെല്ലാം എന്ന് മനസ്സിലാക്കണം. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി, തൻ്റെ വചനത്തിലൂടെ സുഖപ്പെടുത്തി. അതിലൂടെ നമ്മൾ സഭ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോയുടെ ജീവദായക ശക്തിയാണ്. അത് ഇന്ന് നമ്മൾക്ക് വിശ്വാസത്തിലൂടെ, കൂദാശകളിലൂടെ ലഭ്യമാണ്. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയുടെ ഈ സാന്നിധ്യം നമുക്ക് ലഭ്യമാണ്. ആ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അനുമാനിക്കാനുള്ള അടയാളങ്ങളാണ് ഈ അത്ഭുതങ്ങൾ. അത് അന്ന് നടന്ന പോലെ തന്നെ ഇന്നും നടക്കണം. അപ്പസ്തോലന്മാരെ ഈശോ വിളിച്ചിട്ട് ആദ്യം കൊടുത്ത വരങ്ങൾ ഇതാണ്: ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക, പിശാചു ബാധിതരെ സുഖപ്പെടുത്തുക. ഹീൽ ദ സിക്ക്, റൈസ് ദ ഡെഡ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് അപ്പസ്തോലന്മാർക്ക് കൊടുത്തതും. അങ്ങനെ ആദിമസഭയിലും അടുത്ത കാലം വരെ എല്ലാം ഒരുപാട് പേർ മരിച്ചവരെ ഉയർപ്പിക്കുമായിരുന്നു. അത് ഇന്നും സംഭവിക്കാം, ഇന്നും സംഭവിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അതിശക്തമായ പ്രസരണം ഉണ്ടാകുന്നത്. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകണം. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാ ഈശോ ആ ഭവനത്തിൽ വന്നു. അവിടെ അലയടിച്ച് മുറവിളിച്ച് കരയുന്നവരോട് പറഞ്ഞു, ശാന്തമാകൂ, ശാന്തമാകൂ. ഈശോ 3 പേരെ മാത്രം കൂടെ എടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബിനെയും അകത്തു കൊണ്ടുപോയി.
അകത്ത് കൊണ്ടുപോയി. ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല, നമ്മളിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? ഈശോ. ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടെ പിതാവിനോട് പ്രാർത്ഥിച്ചു കാണും. ഇതാ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈശോ ഈ ബാലികയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, ബാലികേ എഴുന്നേൽക്കൂ, തലിത്താ ഖൂം. ഈശോയുടെ ആ വാക്കുകളിൽ ജീവനുണ്ട്. ഈശോയുടെ ആ വാക്കുകൾ ദൈവം തന്നെയാണ്. ആദിയിലുണ്ടായ വചനം, ദൈവം തന്നെയായ വചനം ഇതാ മരിച്ചു കിടക്കുന്ന കുഞ്ഞിന് ജീവൻ പകരുന്നു. അതാണ് യേശുവിൻ്റെ വചനത്തിൻ്റെ രഹസ്യം. യേശുവിൻ്റെ വചനം യേശു തന്നെയാണ്. വരുവിൻ, നമുക്കിനി തുടർന്നുള്ള ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഈശോ വന്നിരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്നിരിക്കുന്നു. അന്ന് മരിച്ച കുഞ്ഞിനെ, ജൈറസിന്റെ മകളെ കൈക്ക് പിടിച്ച് ഉയർത്തിയ ഈശോ ഇന്ന് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ചെറുപ്പക്കാരിൽ വളരെയധികം വൈരുദ്ധ്യാത്മകമായ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ചിലർ പറയും, പള്ളിയിൽ പോലും വരുന്നില്ല അവർ, ഞങ്ങൾക്ക് പള്ളി വേണ്ട, ഞങ്ങൾക്ക് കുർബാന വേണ്ട, ഞങ്ങൾക്ക് പ്രാർത്ഥന വേണ്ട, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല. ഇവിടെയെല്ലാം ഇതുപോലെ നമ്മുടെ യുവതി യുവാക്കൾ മരിച്ച അവസ്ഥയാണ്. നമ്മുടെ കോളേജ് കുമാരന്മാർ മരിച്ച അവസ്ഥയാണ്. നമ്മളുടെ വീട്ടിൽ അതുപോലെ മരിച്ച അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഈശോ നമ്മുടെ ഭവനത്തിൽ വരും. ഈശോ നമ്മളോട് പറയും, വിശ്വസിക്കുക. നീ വിശ്വസിക്കുമെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ജൈറസ് വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ജൈറസ് യേശുവിൻ്റെ അടുത്ത് പോയത് തന്നെ. ഒരു ഫരിസേയൻ യേശുവിനെ തേടി ഇറങ്ങിയത് തന്നെ വലിയൊരു തെളിവാണ്. നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്ഥാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നവരാണ്. എങ്കിലും നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ യേശുവിനോട് നേരിട്ട് പറയണം. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥന്റെ അടുത്തേക്ക് നമുക്ക് പോകണം. എല്ലാ സ്ഥലത്തും നിരവധി സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനയുണ്ട്. മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്. 3 രാജാക്കന്മാർ, പൂജരാജാക്കന്മാർ വന്നിട്ട് പറഞ്ഞത് എന്താണ്? അവർ ഹെരോദേസിൻ്റെ അടുത്ത് വന്നിട്ട് മത്തായി 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ ഞങ്ങൾക്ക് അവനെ ആരാധിക്കണം. എവിടെയാണ് യൂതന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾക്ക് അവനെ ആരാധിക്കണം. മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾ എത്ര വലിയ കഴിവുള്ളവരായാലും എത്ര സമ്പാദ്യമുള്ളവരായാലും ഈശോയുടെ അടുത്ത് താണ് വീണ് ആരാധിക്കുമ്പോഴാണ് ഈശോയുമായിട്ടുള്ള ഒരു ലയനം നമുക്ക് ലഭിക്കുക. അവിടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും. വരുവിൻ, നമുക്ക് തുറന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോ ജീവദായകനായ, ജീവൻ നൽകുന്നവനാണ്, ജീവദാതാവാണ്, ജീവന്റെ ഉറവിടമാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ഭവനത്തിലെ, നമ്മുടെ അയൽവാസികളിൽ ജീവനില്ലാതെ തളർന്ന് വിശ്വാസം മന്ദീഭവിച്ച് വിശ്വാസം മുരടിച്ചിരിക്കുന്ന അവസ്ഥ മൂലം നമ്മൾ പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല, വേദപാഠം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കുന്നില്ല, ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കുന്നില്ല. ഇങ്ങനെയുള്ള നമ്മുടെ മക്കൾ 12 വയസ്സുള്ള ജൈറസിൻ്റെ മകളെ പോലെ മരിച്ച അവസ്ഥയിലാണെങ്കിലും കർത്താവ് അവരെല്ലാം ഉയർത്തും. തലിത്താ ഖൂം, ബാലിയേ എഴുന്നേൽക്കൂ. നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻ
ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾക്കുയിർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. അങ്ങ് പരമപരിശുദ്ധനാണ്, അങ്ങ് മരണമില്ലാത്തവനാണ്, അങ്ങ് ജീവനും പുനരുത്ഥാനവുമാണ്. ഈശോയെ, ആ ജൈറസിന് ഉണ്ടായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ജൈറസിൻ്റെ മകൾ മരിക്കാറായി, മരിച്ചു എങ്കിലും ജൈറസ് വിശ്വസിച്ചു. ഈശോ വന്ന് അവളെ ഒന്ന് തൊടുകയാണെങ്കിൽ അവൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജൈറസ് വിശ്വസിച്ചു. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആ സത്വത്തനിമ എന്താണ്? അങ്ങ് പരമപരിശുദ്ധനാണ്, അങ്ങ് മരണമില്ലാത്തവനാണ്, അങ്ങ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. ആ വിശ്വാസത്തിൽ നമ്മൾക്ക് ആഴമാകാം. ആ വിശ്വാസത്തിൽ ആഴമായി നമുക്ക് ആരാധിച്ച് പാടാം. നമുക്ക് ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണ
അന്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇന്ന് ഈ ബാലികയ്ക്ക് നൽകിയ പോലെ അനുഭവം തരാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ യുവതി യുവാക്കളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അവർക്ക് താല്പര്യമില്ലാതെ മരിച്ച അവസ്ഥയിലായിരിക്കാം. ലൗകികതയിൽ മുഴുകിക്കഴിയുന്ന യുവജനങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് അവരുടെ ജീവിതത്തെ ഉണർത്തണമേ. താലിത്താക്കോം, ബാലികേ ഉണരുക എന്ന് ഓരോ യുവതി യുവാക്കളോടും അങ്ങ് അരുളി ചെയ്യണമേ. നമുക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും അതുപോലെ എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം അകറ്റുന്നതോടൊപ്പം തന്നെ അവരെ ആത്മാവിന് പുതുജീവൻ നൽകണമേ. അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, അവർക്ക് ബുദ്ധി കൊടുക്കണമേ, അവർക്ക് വിവേകം കൊടുക്കണമേ, അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണമേ, അവർക്ക് ദൈവീയ കാര്യങ്ങളിൽ താല്പര്യം കൊടുക്കണമേ. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവവിളികൾ ഉണരട്ടെ, അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവവിളികൾ ഉണരട്ടെ. ബാലികേ ഉണരുക, താലിത്താക്കോം, താലിത്താക്കോം, താലിത്താക്കോം. ബാലകനെ ഉണരുക, ബാലികയെ ഉണരുക, യുവാവേ ഉണരുക. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിക്കുന്നു, അവരുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു, അവരുടെ ദുശ്ശീലങ്ങളെ സമർപ്പിക്കുന്നു. അവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവം കൊടുക്കണമേ. അനുദപിക്കുന്നതിനുള്ള വരം കൊടുക്കണമേ. അനുതാപത്തിന്റെ കൃപ കൊടുക്കണമേ. മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൈറോസിനെ പോലെ സിനഗോഗ് അധികാരിയായ ജൈറോസിനെ പോലെ യേശുവിന്റെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങ് മരിച്ചുയർത്തവനാണെന്ന് 16-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എന്റെ നീതിമാൻ കർത്താവേ, അങ്ങയുടെ ശരീരം അഴുകാൻ അനുവദിക്കയില്ല, തന്റെ ശരീരം അഴുകാൻ അനുവദിക്കയില്ല. അതുപോലെ ഉത്ഥാനത്തിന്റെ ദൈവമാണ് ഈശോ, മരിച്ചവർ ഉയർപ്പിക്കുന്ന കർത്താവ്. ആ സങ്കീർത്തനം 16 ഈശോ എന്നും പാടുന്ന സങ്കീർത്തനം പാടിക്കൊണ്ട് ഈശോയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്, പുനരുത്ഥാനത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാം. ജൈറോസ് വിശ്വസിച്ചു, ഈശോ അവളെ തൊടുകയാണെങ്കിൽ മരിച്ച അവരുടെ മകൾ ഉയർക്കുമെന്ന് വിശ്വസിച്ച പോലെ നമ്മൾക്ക് വിശ്വാസിക്കാം. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്ത് ഉള്ളതു കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. സന്തോഷിക്കുകയും
എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. മരിച്ചടക്കി അവിടുന്ന് പാതാളത്തിൽ ഈശോയുടെ ശരീരം ഇടുകയില്ല. വിശ്രമിക്കുന്നു. ഈശോയുടെ ശരീരം വിശ്രമിക്കുന്നു. ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങെനിക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഉയർപ്പിന്റെ വഴി, ആനന്ദത്തിന്റെ പൂർണ്ണതയുടെ ശക്തി, അങ്ങയുടെ വലത്തു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്, ശാശ്വതമായ സന്തോഷമുണ്ട്. അങ്ങെനിക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായ ആനന്ദമുണ്ട്. അങ്ങയുടെ ഉയർപ്പ് മരണത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. മരണത്തെ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് തുറച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഉത്ഥാനത്തിനുള്ള ശക്തി വിശ്വസിക്കുക. മരിച്ചുയർത്തവനാണ് ഈശോ. തന്റെ മരണത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും പിശാചിനെയും മരണത്തെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. മരണവേദനയിൽ കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുന്നവൻ, മരണത്തിന്റെ തണലിൽ മരണത്തിന്റെ താഴ്വരയിൽ കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുന്നവൻ, മരണത്തിന്റെ നിഴലിൽ കിടക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്നവൻ. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിച്ചതോടൊപ്പം ഭയാനകമായ അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരണഭയമകലട്ടെ, രോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ. ഇതാ പല്ലിനുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു, തലയിലുള്ള രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു, ഹൃദയ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു. ഈശോ നമ്മൾ ഓരോരുത്തരിൽ നിറഞ്ഞു നിൽക്കുന്നു. ബാലികയെ ഉണരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ബാലകന്മാരെയും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ, നമ്മുടെ കുടുംബത്തിൽ അലമുറ കൂട്ടി കരയുന്നവരാണെങ്കിൽ കുടുംബത്തിന്റെ അവസ്ഥയിൽ കർത്താവ് കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മൾ ഓരോ കുടുംബത്തിലും ഇപ്പോൾ ശലോം ടെലിവിഷനിലൂടെയുള്ള ഈ ആരാധനയിൽ ലോകമെമ്പാടുമുള്ള കോടാനുകോടി മക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണരുക. എല്ലാ യുവതിയുവാക്കളെയും ഉണരുക. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോ കുടുംബത്തിലും ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈശോ നമ്മുടെ കുടുംബത്തിൽ വന്നിരിക്കുന്നു. ഈശോ നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നു. മരിച്ചുയർത്തവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകോ. ബാലികയെ ഉണരുക. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ബാലബാലികന്മാരെ, എല്ലാ യുവതി യുവാക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. അവരെ ഉണർത്തണമേ. അവരിലുള്ള ദൈവവിളി കുതിച്ചു ചാടട്ടെ. അവരെ അങ്ങ് വിളിക്കണമേ. നന്ദി സ്വയേ. ആരാധനയിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മാതാപിതാക്കളായ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജൈറോസിന് അങ്ങ് കൊടുത്ത വിശ്വാസം പോലെ
അങ്ങയുടെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, മരിച്ചവർ ഉയർപ്പിക്കുന്നവരാണ് അങ്ങ്. ആ വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി നന്ദി. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദാഹിക്കാം. നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ